എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ നിന്നും ടൗണുകളിലൂടെ ടോട്ടലായിട്ടുള്ളൊരു കറക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ പള്ളിശ്ശേരി എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നമ്മുടെ നാട്ടുമ്പുറങ്ങളിൽ നിന്നും ടൗണുകളിലൂടെ ടോട്ടലായിട്ടുള്ളൊരു കറക്കാണ് കേട്ടോ. ഇപ്പം നമ്മൾ പള്ളിശ്ശേരി പിന്നിട്ട് യാത്ര തുടങ്ങിയിരിക്കുകയാണ്. ഇവിടെ നമ്മളെ ഒരു ഹോട്ടൽ കാണാം. ഈ ഹോട്ടലിൽ നല്ല പൊറോട്ട കിട്ടും. ഇന്ന് തുറന്നിട്ടുണ്ട്. ഇത് ഒരു കട്ട ഫുട്ബോൾ ഭ്രാന്തന്റെ ചായപ്പൊരി കേട്ടോ. ഫുള്ള് ഫുട്ബോൾ പ്ലേയേഴ്സ് ആണ്. ഇത് അഞ്ചച്ചൗടി കേട്ടോ. അഞ്ചച്ചൗടി പറഞ്ഞ പോലെ ഒരുപാട് ഫുട്ബോൾ ഭ്രാന്തന്മാരിലെ നാടാണ്. അനൗൺസർ അബ്ദുറഹ്മാൻ്റെ കൂടി നാടാട്ടോ. ഏകദേശം കുറേ അനൗൺസിനെ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ ഇവിടെ ഒരു മെസ്സിയുടെ ഫ്ലെക്സ്, ലൈറ്റിലെ ഫ്ലെക്സ് ഒക്കെ വൈറലായ ഒരു ഏരിയ കൂടിയാണ്. ഇതാ കണ്ടില്ലേ? ഇവിടെ അങ്ങനെ തന്നെ സ്കൂളുണ്ട്. ഈ വലത്തെ വശത്ത് കാണുന്ന ഹോട്ടലിൽ നല്ല കേക്കും ചായയും കിട്ടും. നമ്മളടുത്ത അങ്ങാടിയിലെത്തി യാത്ര പുരോഗമിക്കുകയാണ്. നമ്മളടുത്ത് എത്താൻ പോകുന്ന അങ്ങാടിയിലാണ് നമ്മളുടെ എക്സ്ഫോർഡ് വണ്ടൂരത്തെ അറിയപ്പെടുന്ന കോളേജാണ് അത് ഉള്ളത്. ഈ വലത്തെ ഭാഗത്ത് ഓടുന്ന റോഡാണ് കേട്ടോ എക്സ്ഫോർഡ് സ്കൂളിലേക്ക് പോകുന്നത്. നമ്മൾ വീണ്ടും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ്. മനോഹരമായ സ്ഥലങ്ങളാട്ടോ അവിടെയൊക്കെ. ഈ അടുത്ത വശം പൂങ്ങോട് പണ്ട് മാമുക്കോയൊക്കെ വന്ന സ്റ്റേഡിയം ഉണ്ടല്ലോ അവിടെ. ഇവിടെ വലത്തെ വശത്ത് വർക്ക്ഷോപ്പാട്ടോ, വലിയ വണ്ടിയുടെയും കാറിൻ്റെ ഒക്കെ വർക്ക്ഷോപ്പ്. ഇവിടെ അടുത്ത ഭാഗത്ത് ഗ്ലാസ് ഫാക്ടറി ഉണ്ട്. ഈ വലത്തെ വശത്ത് ആ ലോറി വരുന്ന ഭാഗമാണ് മാലിക്കൽ റോഡ്. അപ്പം നമ്മൾ വണ്ടൂരിൽ എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. വാണിയമ്പലത്തെത്തി. അതാണ് വാണിയമ്പലം സ്റ്റേഡിയം കേട്ടോ, സ്കൂളിൻ്റെ സ്റ്റേഡിയമാണിത്. ഇവിടെയാണ് അഖിലേന്ത്യയൊക്കെ ഉണ്ടാവാറ്. അത് നേരെ ആ പിൻഭാഗമാണ് സ്കൂൾ, വാണിയമ്പലം സ്കൂൾ. വാണിയമ്പലം അങ്ങാടി ഇതിലൂടെ ഒരു വട്ടം വന്ന ആൾ ഒരിക്കലും മറക്കാത്തൊരു അങ്ങാടിയുടേത്. പറയാൻ കാരണം തന്നെ റെയിൽവേ ഗേറ്റ് വരുന്നത് ഇവിടെ പൊന്നടാവ് എന്നാ ബ്ലോക്കാണ് ഇവിടെ പുതിയൊരു പാലം വരുന്നത് പ്രഖ്യാപിച്ചിട്ടുണ്ട് നമുക്ക്. അപ്പോൾ അതിൻ്റെ സ്ഥലത്തെടുപ്പ് കാര്യങ്ങളൊക്കെ പുരോഗമിക്കുന്നതാണ് അറിഞ്ഞത്. ഇത്രയും വേഗം വരട്ടെ. കാരണം വളരെ ബുദ്ധിമുട്ടേറിയൊരു അവസ്ഥയാണ്. കാരണം ആംബുലൻസുകളൊക്കെ കുറേ അവിടെ ബ്ലോക്കിൽപ്പെട്ട് സ്ഥിരം കാഴ്ചയാണ്. ഒരു മാറ്റം വരട്ടെ. നമ്മൾ വണ്ടൂർ എത്തിയിരിക്കുകയാണ് കേട്ടോ. വണ്ടൂർ ബൈപ്പാസ് വഴിയാണ് നമ്മൾ പോകുന്നത്. ടൗണിൽ ബ്ലോക്കായിരിക്കും ഒരു ബൈപ്പാസ്. ഈ ഓടിച്ചോടത്ത് കുറേ വന്നിട്ടുണ്ട്. അമ്മായിൻ്റെ വീട് ഇവിടെയാണ്. അപ്പോൾ അവിടെ കല്യാണമൊക്കെ ഉണ്ടാകുമ്പോൾ ഈ ഭാഗത്തൊക്കെ അവർക്ക് നമ്മൾ അതാണ് നല്ല രസമുള്ളൊരു സ്ഥലങ്ങളുണ്ട്. ബൈപ്പാസ് റോഡ് വണ്ടൂർ അത്യാവശ്യം നല്ലൊരു പച്ചപ്പുള്ളൊരു ഏരിയ. വലിയൊരു മച്ച നല്ല ഉറക്കത്തിലാട്ടോ. അപ്പം നമ്മൾ ട്രെയിൻ കയറിയിട്ടോ. നമ്മൾ ജസ്റ്റ് ഷൊർണൂർ പോകേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ ഷൊർണൂർ പോയി. ഈ യാത്രയിൽ ബൈക്ക്, ബസ്, ട്രെയിൻ എല്ലാം ഉണ്ട്. വല്ലപ്പോഴും എത്തി നമ്മൾ നിലമ്പൂർ ഷൊർണൂർ റൂട്ടിൽ. ഈ ടൈമിൽ നിങ്ങൾ വരാണെങ്കിൽ ഈ ടൈമിൽ വരണം. കാരണം മഴയും വെയിലും ഉള്ളൊരു നല്ലൊരു വൈബാണ്. ഒരു പ്രത്യേക വൈബ് തന്നെയാണ്. ആസ്വദിക്കണമെങ്കിൽ വരാണ്. ഇപ്പോൾ റോഡും ട്രെയിനും ഒരുമിച്ചിട്ടാണ്. നേരെ മുമ്പിൽ റോഡാണ്. അടുത്തൊരു ബ്ലോക്ക് വരാൻ പോകും. റെയിൽവേ ഗേറ്റാണ്. അവിടെയും പാലം ആയിരിക്കും ഭാവിയിൽ. കാരണം നല്ല ബ്ലോക്കുണ്ട് അവിടെ. നമ്മൾ അങ്ങാടിപ്പുറത്തെത്തി.
നമ്മൾ നാട്ടിലേക്ക് തിരിച്ചു പോരുകയാണ്. അപ്പോൾ നല്ല പുഴകൾ പോകുന്നുണ്ട്. പിന്നെ ഇതിന് പ്രത്യേകത ചെറിയ ചെറിയ വീടുകൾ ഇങ്ങനെ കാണാൻ കഴിയും. നമുക്ക് ഓരോ തായ് ഭാഗത്തെ പഴയ വീടുകൾ, പുതിയ വീടുകൾ, പലതരം കൃഷികൾ, ഒരു ഭാഗത്ത് നെല്ല്, ഒരു ഭാഗത്ത് തെങ്ങ്, സാധാ ചെറിയ ചെറിയ വീടുകൾ. ഇതിൻ്റെ ഒരു ഭംഗി തന്നെയാണ്. കാരണം ഇത് നമുക്ക് നമ്മൾ ഇടക്കിടക്ക് പോകുന്നതാണ്. കാരണം ഇതൊരു വൈബാണ്, നമുക്ക് മടുപ്പുണ്ടാവില്ല. ഇവിടെയൊക്കെ സ്ഥിരം ചെക്കന്മാർ കളിക്കുന്ന ഏരിയ കേട്ടോ. അപ്പോൾ അവിടെ വെള്ളം കയറിയതാണ്, മഴ ചെയ്തത്. എന്നാലും കളിക്കും ചെക്കന്മാർക്ക് എത്ത് വെള്ളം. അപ്പോൾ ഒരു ചെറിയൊരു പള്ളി, വീണ്ടും വീടുകൾ, നല്ല രസമായിട്ടോ കാണാൻ. അപ്പോൾ അടുത്ത പാടങ്ങളെത്തി, നേരെ മല കണ്ടോ. മലൻ്റെ ഭാഗമൊക്കെ അത്യാവശ്യം നല്ല മതികൾ. ഇതാണ് പട്ടിക്കാട് കേട്ടോ. പട്ടിക്കാട് ഇപ്പോൾ ഒരു ഓഡിറ്റോറിയം കാണും. ഇതാണ് ഓഡിറ്റോറിയം. തൊട്ടപ്പുറത്ത് തന്നെ മീൻ മാർക്കറ്റ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം പെരുമണ്ണ മീൻ മാർക്കറ്റ് അറിയപ്പെട്ട ഒരു മാർക്കറ്റാണ്. ഒരുപാട് ഈ ഏരിയക്ക് ഒരുപാട് സ്ഥലത്ത് നിന്ന് മീൻ വരുന്നുണ്ട്. അപ്പോൾ അടുത്തൊരു ബ്ലോക്ക് ഇതാ വരുന്നതാണ്. ബ്ലോക്ക് ഓണായി, ഓണം മൂടായി. അപ്പോൾ പൂക്കടകളൊക്കെ ഓപ്പൺ ആയിട്ടാ. നമ്മൾ ട്രെയിൻ യാത്ര കഴിഞ്ഞ് നമ്മളിപ്പോൾ കോയിപ്പറമ്പ് എത്തിയിട്ടോ. പണ്ടൊരു കോയിപ്പറമ്പാണിത്. കോയിപ്പറമ്പ് അങ്ങാടി, ചെറിയ അങ്ങാടിയാണ്, കുഴപ്പമില്ല. നമ്മൾ നേരത്തെ കണ്ടത് മേലെ കോയിപ്പറമ്പ്, ഇത് തേയായെ കോയിപ്പറമ്പ്. നല്ലൊരു വീട് കിട്ടും, ചെറിയൊരു വീട്, ഷോപ്പുകൾ, ചെറിയ അങ്ങാടി. മനോഹരമായ കാഴ്ചയാണ് ഈ റോഡുകൾ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ ഭാഗത്തുമ്പോൾ റോഡ് കുറച്ച് വീതിയുണ്ട് കേട്ടോ. പക്ഷെ നല്ലൊരു സ്പേസിലൊരു ഏരിയ ഉണ്ട്. കുറേ വണ്ടികളുണ്ട് കേട്ടോ. ജീപ്പാണ് ഫുള്ളും. നല്ല വർക്ക്ഷോപ്പ്, അത്യാവശ്യം വണ്ടികളുണ്ട്. അപ്പോൾ വണ്ടൂർ റിയാഡ് സ്കൂളൊക്കെ അമ്മായിൻ്റെ മക്കളൊക്കെ ഇവിടെ പഠിച്ചത്, പേരക്കുട്ടികളൊക്കെ. ഇപ്പം നമ്മളെ ഒരു സ്ഥിരം ഏരിയ ആയിരുന്നു, വന്നീനെ മറക്കാനാവില്ല. വണ്ടൂരിലൊരു ഇൻഡോർ ടർഫാണ്, അത് മഡാണ്. അത് ഒരു പ്രത്യേകതയാണ് ഈ ടർഫിൻ്റെ. ഇത് പഴയൊരു ഹോസ്പിറ്റൽ വണ്ടൂരിൻ്റെ അല്ല, വണ്ടൂർ VMC സ്കൂള്, അത്യാവശ്യം വലിയൊരു സ്കൂളാണ്. ഇപ്പോൾ യാത്രകൾ പുരോഗമിക്കുകയാണ്. വാണിയമ്പലം ബ്ലോക്ക്, വണ്ടൂർ ആലങ്കുടിയാരം ബ്ലോക്ക്, വല്ലാത്തൊരു ബ്ലോക്കാണിത്. ഇതിനൊരു പരിഹാരമാണിത്. അത്യാവശ്യം നല്ല ഡ്രസ് കടകളൊക്കെ ഉള്ള ഏരിയ. ഒരു ടൗൺ സ്ക്വയറാണ്. നമ്മൾ പെട്ടുകയാണ്. നമ്മൾ ഈ കാണുന്നുണ്ട് കാളികാവ് ജുമാ മസ്ജിദ്, പുതുക്കി പണിതാണ്. നമ്മൾ ഗൾഫിലോ കാണുന്ന ടൈപ്പ് മോഡലായിട്ടുണ്ട് പള്ളി. ഇപ്പോൾ നല്ല രസം കാണാൻ.